എല്ലാവർക്കും നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. അപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. ആർട്ടിക്കിൾ 280 ആണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 280 ആണ്. രൂപീകരിച്ചത് 1951 നവംബർ 22-നാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആദ്യത്തെ ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ KC നിയോഗിയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ NK സിംഗ്. അപ്പോൾ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 1951 നവംബർ 22-നാണ്. ആസ്ഥാനം ഇവിടെ ന്യൂഡൽഹിയിലാണ്. ആദ്യത്തെ ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാണ് KC നിയോഗി. 15ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ NK സിംഗ് ആണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് സമീർ വി കാമത്ത്. അപ്പോൾ സമീർ വി കാമത്താണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. DRDO എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് DRDO. DRDO രൂപീകൃതമായത് 1958-ലാണ്. ആസ്ഥാനം ന്യൂഡൽഹി. അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് DRDO. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? സമീർ വി കാമത്താണ് ഇപ്പോഴത്തെ ചെയർമാൻ. രൂപീകൃതമായതെന്നാണ്? 1958-ലാണ് രൂപീകൃതമായത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് BM ജഗദീഷ് കുമാർ. അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? BM ജഗദീഷ് കുമാർ ആണ്. 1953 ഡിസംബർ 28-നാണ് UGC മൗലാന അബ്ദുൽ കലാം ആസാദ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ കമ്മീഷൻ മൗലാന അബ്ദുൽ കലാം ആസാദ് ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 1953 ഡിസംബർ 28-നാണ് UGC ഉദ്ഘാടനം ചെയ്തത്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1956-ലാണ് UGC നിയമപരമായി പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ UGC ഉദ്ഘാടനം ചെയ്തത് 1953 ഡിസംബർ 28-നാണ്. UGC നിയമപരമായി പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 1956-ലാണ് നിയമപരമായിട്ട് UGC പ്രാബല്യത്തിൽ വന്നത്. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? BM ജഗദീഷ് കുമാർ ആണ്. രൂപീകരിച്ചെന്നാണ്? 1953-ലാണ്. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അനിൽകുമാർ ലഹോട്ടിയാണ്. അപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അഥവാ ട്രായിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അനിൽകുമാർ ലഹോട്ടിയാണ്. രൂപീകൃതമായത് 1997-ലാണ്. ആസ്ഥാനം ന്യൂഡൽഹി. ട്രായ് എന്താണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ട്രായ്. ട്രായുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് അനിൽകുമാർ ലഹോട്ടി. രൂപീകൃതമായതെന്നാണ്? 1997-ലാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? അരിന്ദം ബക്ചിയാണ്. UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? അരിന്ദം ബക്ചിയാണ്. UN നിലവിൽ വന്നതെന്നാണ്? 1945 ഒക്ടോബർ 24-ലാണ് UN നിലവിൽ വന്നത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. പ്രസിഡന്റ് ആണ് അന്റോണിയോ ഗുട്ടറസ്. പ്രസിഡന്റ് ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. അപ്പോൾ UN-ലെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? അരിന്ദം ബക്ചിയാണ് ഇപ്പോഴത്തെ സ്ഥിരം പ്രതിനിധി. UN നിലവിൽ വന്നതെന്നാണ്? 1945 ഒക്ടോബർ 24-നാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. പ്രസിഡന്റ് ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ് ഇപ്പോഴത്തെ UN പ്രസിഡന്റ്. CISF-ന്റെ ആദ്യത്തെ വനിതാ മേധാവിയാണ് നീന സിംഗ്. അപ്പോൾ CISF-ന്റെ ഇപ്പോഴത്തെ മേധാവി ആരാണ്? നീന സിംഗ് ആണ്. ആദ്യത്തെ വനിതാ മേധാവിയാണ് നീന സിംഗ്. CISF രൂപീകൃതമായത് 1969-ലാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആപ്തവാക്യം
ആപ്തവാക്യം എന്താണ്? പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എന്നത് എന്തിന്റെ ആപ്തവാക്യമാണ്? CISFന്റെ ആപ്തവാക്യമാണ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. CISF നിലവിൽ വന്നതെന്നാണ്? 1969 CISF നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആദ്യത്തെ വനിതാ മേധാവി ആരാണ്? നീന സിംഗ് ആണ് ആദ്യത്തെ വനിതാ മേധാവി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ്. വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 2005 ദേശീയ വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 2005 ഒക്ടോബർ 12 ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. 11ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് യശ്വർദ്ധൻ കുമാർ സിംഗ്. 12ാമത്തേതാണ് ഹീരാലാൽ സമരിയ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് 12ാമത്തെ, അതായത് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ഹീരാലാൽ സമരിയ. അപ്പോൾ എന്നാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 2005 ഒക്ടോബർ 12 ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. ഇപ്പോഴത്തേതാരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. WTOയിലെ ഇന്ത്യയിലെ അംബാസഡറാണ് സെന്തിൽ പാണ്ഡ്യൻ. അപ്പോൾ WTOയിലെ ഇന്ത്യൻ അംബാസഡർ ആരാണ്? സെന്തിൽ പാണ്ഡ്യനാണ്. ഘാട്ട് കരാർ എന്നാണ്? 1948 ജനുവരി 1 ഘാട്ട് കരാറ്. ഘാട്ട് കരാർ പ്രകാരം 1995 ജനുവരി 1 WTO രൂപീകൃതമായത്. അപ്പോൾ WTO രൂപീകൃതമായത് എന്നാണ്? 1995 ജനുവരി 1 WTO രൂപീകൃതമായത്. ആസ്ഥാനം എവിടെയാണ്? ജനീവയിലാണ് ആസ്ഥാനം. അപ്പോൾ WTOയിലെ ഇന്ത്യൻ അംബാസഡർ ആരാണ്? സെന്തിൽ പാണ്ഡ്യനാണ് WTOയിലെ ഇന്ത്യൻ അംബാസഡർ. 1948 ജനുവരി 1 ഘാട്ട് കരാർ പ്രകാരം 1995 ജനുവരി 1 WTO രൂപീകൃതമായത്. ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് ആസ്ഥാനം. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. അപ്പോൾ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗ് രൂപീകൃതമായത് 2015 ജനുവരി 1 നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ CEO സിന്ധുശ്രീ കുളറാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. അപ്പോൾ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ് ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ. നീതി ആയോഗ് നിലവിൽ വന്നത് എന്നാണ്? 2005 ജനുവരി 11 നീതി ആയോഗ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആണ് BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ കുളറാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആദ്യത്തെ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ് ആദ്യ ഉപാധ്യക്ഷൻ. ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ ബെറി. രാജ്യസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് പ്രമോദ് ചന്ദ്ര മോദി. അപ്പോൾ രാജ്യസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? പ്രമോദ് ചന്ദ്ര മോദിയാണ്. ഇപ്പോഴത്തെ രാജ്യസഭ ചെയർമാനാണ് ജഗദീപ് ധൻകർ. രാജ്യസഭയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശാണ്. ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശാണ്. രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. അപ്പോൾ ഇപ്പോഴത്തെ രാജ്യസഭ സെക്രട്ടറി ജനറൽ ആരാണ്? പ്രമോദ് ചന്ദ്ര മോദിയാണ്. ഇപ്പോഴത്തെ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ജഗദീപ് ധൻകർ ആണ്. ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശാണ്. ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയാണ് ആര്? PT ഉഷ. അപ്പോൾ IOA രൂപീകൃതമായത് 1927 1927 IOA രൂപീകൃതമായത്. എന്താണ് IOA? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ എന്നാണ് IOA. IOAയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് IOAയുടെ ആസ്ഥാനം. IOAയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി.
അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. IOA രൂപീകൃതമായത് 1927 ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം ന്യൂഡൽഹിയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു. അപ്പോൾ ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 148 ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് വി നരഹരി റാവു. ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? വി നരഹരി റാവു ആണ്. 14ാമത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഗിരീഷ് ചന്ദ്ര മുർമു. ഇതിനെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ആദ്യത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? വി നരഹരി റാവു ആണ്. 14ാമത്തേത്, അതായത് ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. ആർട്ടിക്കിൾ എത്രയാണ്? 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മനോജ് സോണിയാണ്. അപ്പോൾ UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മനോജ് സോണി. UPSC രൂപീകൃതമായത് എന്നാണ്? 1926 26 ഒക്ടോബർ 1 UPSC രൂപീകൃതമായത്. അപ്പോൾ UPSC രൂപീകൃതമായത് എന്നാണ്? 1926 ഒക്ടോബർ 1 UPSC രൂപീകൃതമായത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. ആർട്ടിക്കിൾ 316 പ്രകാരമാണ് UPSCയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ എത്രയാണ് UPSCയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 316. ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ UPSC ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ UPSC ചെയർമാൻ ആരാണ്? മനോജ് സോണിയാണ് ഇപ്പോഴത്തെ UPSC ചെയർമാൻ. UPSC രൂപീകൃതമായതെന്നാണ്? 1926 ഒക്ടോബർ 1 UPSC രൂപീകൃതമായത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആർട്ടിക്കിൾ 316 പ്രകാരമാണ് ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്തത് അറ്റോമിക് എനർജി കമ്മീഷൻ. അറ്റോമിക് എനർജി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് അജിത് കുമാർ മൊഹന്തി. അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തിയാണ്. രൂപീകൃതമായത് 1948 ഓഗസ്റ്റ് 3 അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 1948 ഓഗസ്റ്റ് 3 ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. അറ്റോമിക് എനർജി കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അജിത് കുമാർ മൊഹന്തിയാണ്. രൂപീകൃതമായത് 1948 ഓഗസ്റ്റ് 3 ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. അടുത്ത ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ചെയർമാനാണ് രാജീവ് ലക്ഷ്മണൻ. അപ്പോൾ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? രാജീവ് ലക്ഷ്മണനാണ്. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ രൂപീകൃതമായത് 2006 ജൂലൈ 12 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ്? 2006 ജൂലൈ 12 ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. അപ്പോൾ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? രാജീവ് ലക്ഷ്മണനാണ്. രൂപീകൃതമായതെന്ന് 2006 ജൂലൈ 12 ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. BCCIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് റോജർ ബിന്നി. BCCIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നിയാണ്. BCC എന്താണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ് BCCI. എന്താണ് BCCI? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ് BCCI. BCCIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? റോജർ ബിന്നിയാണ്. രൂപീകൃതമായത് 1928 ഡിസംബർ 1 അപ്പോൾ BCCI രൂപീകൃതമായത് എന്നാണ്? 1928 ഡിസംബർ 1 BCCI രൂപീകൃതമായത്. ആസ്ഥാനം മുംബൈയാണ്. BCCIയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. BCCIയുടെ സെക്രട്ടറി ജയ്ഷയാണ്. വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ല. വൈസ് പ്രസിഡന്റ് ആരാണ്? രാജീവ് ശുക്ലയാണ്. അപ്പോൾ BCCIയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് റോജർ ബിന്നി. രൂപീകൃതമായത് 1928 ഡിസംബർ 1 ആസ്ഥാനം മുംബൈ. സെക്രട്ടറി ജയ്ഷ. വൈസ് പ്രസിഡന്റ് രാജീവ് ശുക്ലയാണ്. നബാർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഷാജി KV. നബാർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഷാജി KV ആണ്. നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ്
നബാർഡ് എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഷാജി KV ആണ്. സ്ഥാപിതമായത് 1982 ജൂലൈ 12-നാണ് നബാർഡ് സ്ഥാപിതമായത്. അപ്പോൾ നബാർഡ് സ്ഥാപിതമായത് എന്നാണ്? 1982 ജൂലൈ 12-നാണ്. ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ. അപ്പോൾ നബാർഡ് എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണ് നബാർഡ് സ്ഥാപിതമായത് 1982 ജൂലൈ 12-നാണ് നബാർഡ് സ്ഥാപിതമായത്. നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. നബാർഡിന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഷാജി KV. അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? രേഖാ ശർമ്മയാണ്. നിലവിൽ വന്നത് 1992 ജനുവരി 31-നാണ്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1992 ജനുവരി 31-നാണ്. ആദ്യത്തെ അധ്യക്ഷയാണ് ജയന്തി പട്നായക്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. അപ്പോൾ രാഷ്ട്രമഹിള എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1992 ജനുവരി 31-നാണ്. ആദ്യത്തെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷയാണ് രേഖാ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള. അടുത്തത് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ആണ്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ആണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. 1950 ജനുവരി 25-നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ്. അപ്പോൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 324 ആണ് ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 25-നാണ്. ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ ആണ്. രണ്ടാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് KVK സുന്ദരമാണ്. 24ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുശീൽ ചന്ദ്ര. ഇപ്പോഴത്തേതും 25ാമത്തേതുമായ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. അപ്പോൾ ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ ആണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 25-നാണ്. ആർട്ടിക്കിൾ എത്ര പ്രകാരമാണ്? ആർട്ടിക്കിൾ 324 പ്രകാരമാണ്. ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ ആണ്. KVK സുന്ദരമാണ് രണ്ടാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 24ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുശീൽ ചന്ദ്രയാണ്. 25ാമത്തേതാണ് ആര്? രാജീവ് കുമാർ. അടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അരുൺകുമാർ മിശ്രയാണ്. സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1993 ഒക്ടോബർ 12-നാണ്. ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് രംഗനാഥ മിശ്ര. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. രണ്ടാമത്തേതാണ് MN വെങ്കിട ചെല്ലയ്യ. അപ്പോൾ രണ്ടാമത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? MN വെങ്കിട ചെല്ലയ്യയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1993 ഒക്ടോബർ 12-നാണ്. ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് രംഗനാഥ മിശ്രയാണ്. രണ്ടാമത്തേതാരാണ്? MN വെങ്കിട ചെല്ലയ്യയാണ്. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരുൺകുമാർ മിശ്ര. ഇത്രയും നമുക്ക് ഒന്നുകൂടി നോക്കാം. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? സമീർ V കാമത്താണ്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? BN ജഗദീഷ് കുമാർ ആണ്. ട്രായിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അനിൽകുമാർ ലഹോട്ടി. UN-ൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? അരിന്ദം ബാഗ്ചിയാണ്. CISFന്റെ ആദ്യത്തെ വനിതാ മേധാവി നീന സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ, അതായത് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമരിയാണ്. WTOയുടെ ഇന്ത്യയുടെ അംബാസിഡർ ആരാണ്? സെന്തിൽ പാണ്ഡ്യനാണ് WTOയുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ അംബാസിഡർ.
നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്രമോദി. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് PT ഉഷ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാരാണ്? ഗിരീഷ് ചന്ദ്ര മുർമുവാണ്. UPSCയുടെ ചെയർമാനാണ് മനോജ് സോണി. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനാണ് അജിത് കുമാർ മൊഹന്തി. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ചെയർമാൻ രാജീവ് ലക്ഷ്മൺ. BCCയുടെ പ്രസിഡന്റാണ് റോജർ ബിന്നി. നബാർഡിന്റെ ചെയർമാൻ ഷാജി KV. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖ ശർമ്മ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര. അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്